ഇപ്പം ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയില് ഇപ്പൊ ഞാൻ പോണത് തന്നെ അറിയാലോ. കാര്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പോവുകയാണ്. എപ്പോഴും നമ്മളെ കംഫോർട്ട് സോണിൽ നിന്നിട്ട് നമുക്ക് വലുതായിട്ടൊന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ കംഫോർട്ട് സോൺ നമ്മൾ എപ്പോൾ ഉപേക്ഷിക്കുന്നോ അപ്പോഴും മുതലായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാവുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. ബിഗ് ബോസ് എന്നാൽ ഒച്ചപ്പാടും ബഹളവുമാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. എന്നാൽ ഇതിലെ മൈൻഡ് ഗെയിം മനസ്സിലാക്കി ഷോ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളാണുള്ളത്. അവരെയെല്ലാം നിരാശപ്പെടുത്തുന്ന തരത്തിലാണ് അസീറോക്കി എന്ന ശക്തനായ മത്സരാർത്ഥിയുടെ എവിക്ഷൻ നടന്നത്. ബിഗ് ബോസിനകത്ത് ഫിസിക്കൽ അസോൾട്ട് പാടില്ലെന്ന നിയമം നിലനിൽക്കെ സഹമത്സരാർത്ഥിയായ സിജോയെ റോക്കി തല്ലുകയായിരുന്നു. ഈ കാരണത്താൽ റോക്കിയെ ബിഗ് ബോസ് നേരിട്ട് പുറത്താക്കി. എന്നിരുന്നാലും രണ്ടുപേരും തെറ്റുകാരാണെന്ന നിലയിൽ റോക്കിക്ക് മാത്രമായി അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ ഇതാ പുറത്തിറങ്ങിയ റോക്കിയുടെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. എൻ്റെ 6 വർഷത്തെ സ്വപ്നമായിരുന്നു ബിഗ് ബോസ്. ഞാനൊരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്. ബിഗ് ബോസിൻ്റെ ഹീറോയായി ഇറങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ സീറോയായാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. സിജോയോടും സിജോയുടെ അച്ഛനോടും അമ്മയോടും ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും ലാലേട്ടനോടും എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അറിയാതെ പറ്റിയതാണ്, ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ചെയ്തു പോയി, ക്ഷമിക്കണമെന്നാണ് റോക്കി പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.